നമ്മളൊക്കെ കുട്ടികളായി വളരുന്ന കാലത്ത് നമ്മൾക്ക് താങ്ങും തണലുമായി നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരാണ് നമ്മുടെ താങ്ങ്, അവരാണ് നമ്മുടെ തണല്, അവരാണ് നമുക്ക് മാതൃക, അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ കൂടെ നിന്നവർ, നമുക്ക് സുരക്ഷിതത്വം തന്നവർ, നമുക്ക് സമാധാനം തന്നവർ, നമുക്ക് അറിവ് തന്നത്. അറിവില്ലാത്ത കാര്യങ്ങൾ അവരോടാണ് നമ്മൾ ചോദിച്ചു വാങ്ങിയത്. നമ്മുടെ മുമ്പിൽ അവരൊരു വലിയ പർവ്വതം പോലെയായിരുന്നു. എൻ്റെ ബാപ്പ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ രണ്ട് മനുഷ്യന്മാരായിരുന്നു. അറിവിലും കഴിവിലും സ്നേഹത്തിലും ഔദാര്യത്തിലും എല്ലാത്തിലും. അതുകൊണ്ട് നമുക്കൊക്കെ നല്ല സുഖേനി. നമ്മുടെ മാതാപിതാക്കൾ നടന്ന വഴിയേ നടന്നാൽ മതിയായിരുന്നു. ഓരുടെ പിന്നാലെ ഓരോ നിഴലു പറ്റി പോയാമായിരുന്നു. അവർ നമ്മളെ തിരുത്തുമായിരുന്നു, അവർ നമ്മളെ ചേർത്ത് പിടിക്കുമായിരുന്നു, അവർ നമ്മളെ സംരക്ഷിക്കുമായിരുന്നു, നമ്മുടെ തെറ്റുകളെ അവർ നമുക്ക് തിരുത്തി തരുമായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ വല്ല കുഴപ്പമില്ലാതെ നമ്മുടെ കുട്ടിക്കാലം നമ്മൾ ചെലവഴിച്ചത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ വിവരമുള്ളവരായി, നമ്മളെക്കാൾ അറിവുള്ളവരായി, നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരായി, നമ്മളെക്കാൾ ലോകം തിരിയുന്നവരായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യത്തിലും നമ്മെ ആശ്രയിക്കാൻ തോന്നുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയരായ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സാരഥികളെ, അധ്യാപകരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ അധ്വാനങ്ങളും പ്രയത്നങ്ങളും പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. മദീനത്തുൽ ഉലൂം അറബി കോളേജിലെ മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗം, ആൺകുട്ടികളും പെൺകുട്ടികളും, അവർ സംഘടിപ്പിക്കുന്ന പ്രബോധന സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യൻ്റെ ജീവിതം സമാധാനപരവും സുഭദ്രവുമായി തീർക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചു കൊടുത്ത അതിപ്രധാനമായ ഒരു സംവിധാനമാണ് മനുഷ്യൻ
കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. അവൻ്റെ ജീവിതത്തിലെ സന്തോഷവും അവൻ്റെ ജീവിതത്തിലെ സമാധാനവും അവൻ്റെ ജീവിതത്തിലെ സുരക്ഷിത ബോധവും അവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്ത ബോധവും ഒക്കെ ഈ കുടുംബമെന്ന ഒരു സംവിധാനത്തിലാണ് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. കരുണയും കാരുണ്യവും ആർദ്രതയും സ്നേഹവും അനുകമ്പയും ഒക്കെ കൂടിച്ചേർന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും ഭദ്രമായ യൂണിറ്റാണ് ഒരു കുടുംബം. ആ കുടുംബ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കുകയും അതിൻ്റെ ആണിക്കല്ല് ഊരി മാറ്റുകയും കുടുംബമെന്ന സംവിധാനം തന്നെ ലോകത്ത് ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ചിന്താഗതികളും പ്രവർത്തനങ്ങളും അരങ്ങു വാഴുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ദുരന്തമാണ്. സമാധാനം എവിടെയെന്ന് അന്വേഷിച്ച് അലയുന്ന മനുഷ്യൻ ലഹരിയിലും തോന്നിവാസത്തിലും വൃത്തികേടിലും അനാവശ്യങ്ങളിലുമൊക്കെ സമാധാനം തേടി ചെല്ലുന്ന മനുഷ്യരോട് നിങ്ങൾ കുടുംബത്തിലേക്ക് മടങ്ങി വരിക, ആ കുടുംബത്തിലാണ് നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ സ്നേഹവും എന്ന് പറയേണ്ടതിന് പകരം കുടുംബ സംവിധാനം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കാലുകളെ കെട്ടിയിടുന്ന തടവറയാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനം ലോകത്ത് കൊടുങ്കാറ്റ് പോലെ പടർന്നു പിടിക്കുകയാണ്. നമുക്ക് ആ സംവിധാനത്തെ ഒരു ചൊറുക്കിന് വേണ്ടി ഭംഗിക്ക് വേണ്ടി ലിബറലിസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ അടുത്ത കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വിവാഹത്തെക്കുറിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ അതിൻ്റെ അവതരണത്തിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞ 1-2 വാക്കുകളുണ്ട്. അത് കേട്ടാൽ തന്നെ നമ്മുടെ കുട്ടികൾ കല്യാണം വേണ്ട അറിയും. ഇന്നലെ വരെ ഒരാണിൻ്റെ മുഖത്ത് പോലും നീ നോക്കരുത് എന്ന് പറഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ തളച്ചിട്ട ഒരു പെൺകുട്ടിയെ പിറ്റേ ദിവസം വൈകുന്നേരം ഒരുത്തം വീട്ടിൽ കയറി വന്നപ്പോൾ ഓന് ചായ കൊടുത്ത് പിറ്റേ ദിവസം ഓൻ്റെ കൂടെ ഇറക്കി വിടുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് വിവാഹം എന്ന ആദ്യത്തെ വാക്കന്നെ. ശരിയല്ലേ? കുട്ടികളൊക്കെ ചോദിക്കും, ശരിയല്ലേ ഉമ്മീം ബാപ്പി അങ്ങനെ പറഞ്ഞിന്, ആണുങ്ങളോട് മുണ്ടരുത്, ആണുങ്ങളെ മുഖത്തേക്ക് നോക്കരുത്, ആണുങ്ങളെ മുന്നിലേക്ക് പോകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് ഒരു ട്രേ ചായ ആയിട്ട് കൊലയമൊക്കെ പറഞ്ഞയച്ച് ആ ചായ കൊടുത്ത് ഓൾ അങ്ങോട്ടും ഓനങ്ങോട്ടും പിറ്റേന്ന് കല്യാണം. ഇതിൻ്റെ പേരാണോ കല്യാണം? ഇനി കെട്ടിച്ചു വിട്ടാലോ? കെട്ടിച്ചു വിട്ടാൽ ഒരാശുപത്രിയിലെ ജെറിയാട്രിക് വാർഡിൽ അഥവാ വയസ്സന്മാർ കിടക്കുന്ന വാർഡിൽ ഒരു നഴ്സിന് എന്താണോ ചെയ്യാനുള്ളത് അതാണത്ര കെട്ടിച്ചു വിട്ട വീട്ടിൽ പെൺകുട്ടിക്ക് ചെയ്യാനുള്ളത്. അമ്മായിമാനെ നോക്കണം, അമ്മോശാക്കാനെ നോക്കണം, തിരുമ്പി കൊടുക്കണം, മരുന്ന് കൊടുക്കണം, നേരത്തിന് ചോറ് കൊടുക്കണം. ഇതിനു വേണ്ടി പറഞ്ഞയക്കുന്ന അതിൻ്റെ പേരാത്ര കല്യാണം. ഇതൊക്കെ പാടെ പറഞ്ഞ് കേട്ടാൽ നമ്മളെ കുട്ടികളെങ്ങനെ കല്യാണം വേണ്ട അറിയോ? ഞാനിപ്പോൾ ഈ മാസത്തിൽ ഒരു 4 കൗൺസിലിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. ആ 4 കൗൺസിലിങ്ങിൽ 3 പ്രശ്നം എന്താ പറയുക? പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കണില്ല. അത് 23 വയസ്സായി, 24 വയസ്സായി, ബാപ്പ കുറയായി, ബ്രോക്കർമാർ കയറി ഇറങ്ങി, പലരും വന്ന് അമ്മോനും എളാപ്പി അമ്മായും വീട്ടുകാരും പിന്നെയും പറഞ്ഞ് എനിക്കിപ്പോൾ വേണ്ട, ഇപ്പം വേണ്ട എന്ന് പറയാൻ തുടങ്ങിയത് 20-ാം വയസ്സിലാണ്. ഇപ്പം 24ആയി, ഇപ്പോഴും ഇപ്പം മാറിയിട്ടില്ല. കല്യാണം വേണ്ട. എന്താ അറിയോ? നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന പാഠപുസ്തകങ്ങളും അവർ ജീവിക്കുന്ന സമൂഹവും സമ്പ്രദായമൊക്കെ വിവാഹത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, കുടുംബജീവിതത്തെക്കുറിച്ച് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഭീകരമായ ചില ചിന്തകളുണ്ട്, ചില കാഴ്ചകളുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന കല്യാണം കഴിക്കാനുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉള്ള എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് സ്നേഹത്തോടു കൂടി ഞാൻ പറയാണ്, മക്കളെ കെട്ടിക്കൽ പണ്ടത്തെ പോലെ അത്ര എളുപ്പമാവില്ലപ്പം. പണ്ട് നമുക്കിഷ്ടപ്പെട്ട ചെറുക്കനെ വീട്ടിൽ കൊടുങ്ങാണ്ട് പെണ്ണിനെ പരിചയപ്പെടുത്തിയിട്ട് അമ്മോനും അമ്മായി എളാപ്പൊക്കെ കൂടിയിട്ട് കല്യാണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ച് നാ അങ്ങനെ നടന്നോട്ടെ എന്ന് പറയുന്ന അത്ര ലഘുവാവൂല ഇനിയുള്ള കാലത്ത് വിവാഹങ്ങൾ മനോഹരമാണ് എന്ന് പറയാൻ മതത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വിവാഹങ്ങൾ ഭീകരമാണെന്ന് പറയാൻ 100 കണക്കിന് പ്ലാറ്റ്ഫോമുകൾ, കഥകളും കവിതകളും സിനിമകളും രാഷ്ട്രീയവും സാംസ്കാരവും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കളുടെ മുമ്പിലുണ്ട്. അവരതൊക്കെ കേൾക്കുന്നുണ്ട്, അവരതൊക്കെ കാണുന്നുണ്ട്,
അവരതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കുടുംബം മനോഹരമാണെന്ന് പറയുന്ന മതത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ അവരില്ല. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടേ ഈ സദസ്സിൽ കുടുംബജീവിതം മനോഹരമാണെന്ന് പറയാനുള്ളത് 60 വയസ്സിൻ്റെ മേലുള്ള ആൾക്കാരാണ്. ഒരു 50% ആൾക്കാർ ആണുങ്ങളിൽ പെണ്ണുങ്ങളിൽ കുറച്ച്. ആ ബാക്കിയുള്ള കുടുംബം മനോഹരമാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരുണ്ടല്ലോ. ഓല് ഇവിടെയും വരുന്നില്ല, ഓല് പള്ളിയിലും വരുന്നില്ല, ഓല് എവിടെയും വരുന്നില്ല. എന്നാൽ കുടുംബം ഭീകരമാണ് എന്ന് പറയുന്ന സിനിമകൾ അവരുടെ കീശയിലെ മൊബൈൽ ഫോണിലുണ്ട്. കുടുംബം ഭീകരമാണ് എന്ന് പറയുന്ന ചെറിയ ക്ലിപ്പുകൾ അവരുടെ ഉള്ളം കൈയിലെ മൊബൈൽ ഫോണിലുണ്ട്. കുടുംബം വിനാശമാണെന്ന് പറയുന്ന പുതിയ ചിന്താരീതികൾ രാത്രി കിടക്കുമ്പോൾ ഇയർഫോണിലൂടെ അവരുടെ ചെവിയിലേക്ക് നിരന്തരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിൻ്റെ വൃത്തികേടുകളും അതിൻ്റെ നാശനഷ്ടങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചങ്ക് കൂട്ടുകാർ അവർക്കുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് കല്യാണങ്ങളൊക്കെ ഇപ്പോൾ കോമാളിത്തരങ്ങളായി മാറുന്നത്. കല്യാണങ്ങളൊക്കെ കോമാളിത്തരങ്ങളായി മാറുന്ന ഒരു കാലത്ത് അതിൻ്റെ സങ്കടം പേറിക്കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കണേ. എന്താ നിങ്ങൾ പുതുതലമുറയ്ക്ക് ഒരു വലിയ വിഭാഗത്തിന് വിവാഹം ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ച് ഒരു കല്യാണം നടത്തുമ്പോൾ ഓലിഷ്ടം പോലെ കാട്ടിക്കൂട്ടും. അവിടെ കുത്തുബ പറഞ്ഞത് ആരാണെന്നൊന്നും വിഷയമല്ല. വലിയ വലിയ ആൾക്കാർ കുത്തു പറഞ്ഞിട്ടും നിക്കാഹ് ഇങ്ങനെയായില്ലേ, കല്യാണം ഇങ്ങനെയായില്ലേ വെച്ചാൽ ഒരു നിവൃത്തിയില്ല. ഞാൻ തിരൂർ ഒരു കല്യാണത്തിൽ പങ്കെടുത്തേ. കുഴപ്പമില്ലാത്ത കുടുംബം, 2 കുടുംബം തമ്മിൽ കുഴപ്പമില്ലാത്ത കല്യാണേനെ. കല്യാണമൊക്കെ നടത്തിയപ്പോൾ എനിക്ക് തോന്നി നല്ല കല്യാണമാണ്, ഒക്കെ ഉഷാറാണ്. പുതിയാപ്പള്ളിലൊപ്പം വന്നവരൊക്കെ വെള്ളക്കുപ്പായാണ്, ഒക്കെ ഉഷാറാണ് വിചാരിച്ച് ഞാൻ പ്രസംഗം കഴിഞ്ഞ് പോന്നിട്ടുണ്ട്. പിന്നെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ആൾ വിളിക്കുന്നുണ്ട്, എന്തൊരു കല്യാണം, നിങ്ങളെ കല്യാണം, നിങ്ങളെന്തൊരു മനുഷ്യനാണ്, നിങ്ങളെന്തൊരു പ്രസ്ഥാനമാണ്. ഞാൻ ചോദിച്ചു, പൊന്നാറ സുഹൃത്ത് എന്താ പ്രശ്നം? അവ കല്യാണം കഴിഞ്ഞിട്ട് ഇവർ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഒരുങ്ങി. അവ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥൻ വലിയ ബോർഡ് വെച്ചിക്കണ്, ഈ കോമ്പൗണ്ടിൽ പടക്കം പൊട്ടിക്കാൻ പാടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ പടക്കം പൊട്ടിക്കാൻ പാടില്ല. പുതിയ തലമുറയല്ലേ, വേണ്ടാന്ന് പറഞ്ഞാൽ ഡബിളാവും. ഓല് പടക്കെല്ലാം പാടെ വാരിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ താഴെ കാർ പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ടുപോയാണ് തീ കൊടുത്തിക്കണ്. അതങ്ങോട്ട് പൊട്ടിയിട്ട് മേലുള്ള ആൾക്കാർ ഓരോ പൊട്ടലിനും നെട്ടണേ. ആരേലും ചീത്ത പറയണ്ടേ, ബല ചീത്ത പറഞ്ഞാൽ വിവേകം അറിയും. പിന്നെ ചീത്ത അറിയാൻ പറ്റിയ എന്നെയാണല്ലോ. അപ്പം എന്നെ ഫോൺ ചെയ്ത് മുമ്പ് കുറേ ചീത്ത അറിഞ്ഞു, എന്ത് കല്യാണങ്ങളത്, എന്ത് പ്രസ്ഥാനങ്ങൾ, എന്താണ് അങ്ങനെ. എന്താ ചെയ്യാൻ പറ്റുക? നമുക്കെന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെയാണ് കല്യാണം, ഇങ്ങനെ ആവണം കല്യാണം, ഇങ്ങനെ ആവരുത് കല്യാണം. പിന്നെ അത് അങ്ങനെ ആക്കണത് ആരാരോ? ബാപ്പാക്കും മാക്കും കൂടി ഒരു റോളും ഇല്ല, കാരണവന്മാർക്കില്ല, അമ്മമാർക്കില്ല. കല്യാണമൊക്കെ എങ്ങനെ ആവണമെന്ന് സുഹൃത്തുക്കളും ഇവന്റ് മാനേജ്മെന്റുകളും തീരുമാനിക്കുക. ഞാനൊരു നിക്കാഹിന് എന്നപ്പോഴേ ചെന്ന് നിക്കാഹിനും വേണ്ടി നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ആദ്യം നിക്കാഹ് നടക്കട്ടെ എന്നിട്ടാവാട്ടോ പ്രസംഗം. അതെന്താ, അതൊരു മോശമല്ലേ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ കല്യാണത്തിന് ചെയ്തത് ഉപദേശം കഴിഞ്ഞിട്ടല്ലേ റസൂൽ നിക്കാഹ് കൊടുത്ത്. അപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യണ്ടേ? അതല്ലേ ഇത് ആദ്യം കല്യാണം, കാരണം ഒരു പ്രത്യേക പരിപാടി നടത്താണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരിയാവില്ല. അപ്പോൾ 2-3 ആൾക്കാർ എന്താ ശരിയാകാത്ത? ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? അപ്പോൾ പെൺകുട്ടിൻ്റെ ബാപ്പ ഗൾഫിലാണ്. ബാപ്പ കല്യാണം നടത്താൻ വേണ്ടി ഏൽപ്പിച്ച ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാരവാഹികളാണ്. അവരാണ് സംവിധാനിക്കുന്നത്. എങ്ങനെ കല്യാണം, എവിടെ നിൽക്കണം, മൈക്ക് അവിടെ വെക്കണം, ഖത്തീബ് അവിടെ പറയണം, എത്ര നേരം പറയണം, എങ്ങനെ പറയണം, തലയിലെ ടവൽ എങ്ങനെ ആവണം, കൈ എങ്ങനെ പിടിക്കണം, ഏത് ആംഗിളിൽ ഏത് കോണിൽ പിടിക്കണം ഒക്കെ ഓല് പറയാ. അതുപോലെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക. ഖുർആനും സുന്നത്തൊക്കെ പഠിക്ക് പുറത്ത് അല്ലേ. ഈ ക്രിസ്ത്യൻ ചർച്ചിലൊക്കെ അവരുടെ പെരുന്നാളിനെ അച്ഛന്മാരെ കൊണ്ടുപോലുണ്ട്. 4 കാല് പിടിച്ചിട്ട് മേലെ തുണിയെ കെട്ടിയിട്ട് അച്ഛന്മാരെ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു പാട്ടും പാടി ഇങ്ങനെ പോകുക. അപ്പം നമ്മളെ സ്റ്റേജുമൊക്കെ പുതിയണ്ണും പുതിയാപ്പിളൊക്കെ വരല് ആജാതി പന്തലിൽ കയറിയിട്ട് അങ്ങനെ കാല് പിടിച്ച് വരിക. ആരും മുണ്ടൂല. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? നിങ്ങൾ വിവാഹമെന്നത് ഗൗരവകരമായ, കുടുംബജീവിതമെന്ന അതിഗൗരവമായ ഒരു സംരംഭത്തിൻ്റെ അതിൻ്റെ തുടക്കമാണ് എന്ന ആ ഗൗരവബോധം പുതിയ തലമുറയുടെ മനസ്സിൽ ഇല്ലാതായി. അത് അവിടുന്ന് അങ്ങോട്ട് അവരുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുക. ഭാര്യമാരെ വരെ കൈമാറുന്ന കൾച്ചറാ പുതിയ സംസ്കാരം. എൻ്റെ ഭാര്യനെ കൊണ്ടേക്കോ, എൻ്റെ ഭാര്യ എനിക്ക് എന്നടാ, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു തരാ എന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണുങ്ങളെ വരെ പരസ്പരം കൈമാറുവാൻ ഉളുപ്പില്ലാത്ത, മടിയില്ലാത്ത ഒരു ലോകത്താണ്. കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെക്കുറിച്ച്, അതിൻ്റെ ആദരവിനെക്കുറിച്ച്, അതിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും.
അപ്പോൾ ഒന്നാമതായി മനസ്സിലാക്കണം, കുടുംബജീവിതം മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പതുക്കെ പതുക്കെ കടന്നു വരുന്ന കുടുംബ ബന്ധത്തിനെ ചോദ്യം ചെയ്യുന്ന ഈ ലിബറൽ സംസ്കാരം ഉണ്ടല്ലോ, ഈ സംസ്കാരം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കടന്നു ചെന്ന ചില രാജ്യങ്ങളുണ്ട്, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ. അവിടെ കുറേ മുമ്പേ ഇത് വ്യാപിച്ചതാ. പക്ഷെ ഇന്നവര് കുടുംബത്തിന് വേണ്ടി മുറവിളി കൂട്ടുക. എന്താ കാരണം എന്നറിയോ? അച്ഛനാരാണെന്നറിയാത്ത മക്കള്, അച്ഛനാരാണെന്നറിയാത്ത മക്കള്. കാരണം ഒന്നിച്ചു ജീവിച്ചപ്പോണ്ടായ കുട്ടിയാ. ആ കുട്ടിയുടെ പിതൃത്വം ആ ബാപ്പ ആ അച്ഛനെ ഏറ്റെടുക്കുന്നില്ല. അച്ഛനാരാണെന്നറിയാത്ത മക്കൾ, ആരാണ് തൻ്റെ മക്കളെന്നറിയാത്ത, വാർദ്ധക്യത്തിന്റെ ഭാരം പേറി പുഴുക്കളെ പോലെ എഴഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തക്കാരും ബന്ധക്കാരുമില്ലാതെ സർക്കാരുകളുടെ വൃദ്ധസദനങ്ങളിൽ ഊഴം കാത്തു നിൽക്കുന്ന വയോജനങ്ങൾ, കാരുണ്യവും കരുണയുമില്ലാതെ കേവലം ലൈംഗികതയുടെ പേരിൽ മാത്രം പരസ്പരം ഒന്നായി ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹം. ഇതൊക്കെയാണ് കുടുംബത്തെ നിരാകരിക്കുമ്പോൾ ലോകത്തിന് കിട്ടുന്ന ബാക്കി പത്രം. അതിൻ്റെ ദുരന്തം യൂറോപ്പും അമേരിക്കയും ഒക്കെ ഒരുപാട് അനുഭവിച്ചു. അവരിന്ന് കുടുംബത്തിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറയാണ്. അതിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ വിനാശത്തിൻ്റെ കാറ്റ് തെക്ക് വടക്ക് വീശിക്കൊണ്ടിരിക്കണേ. നമ്മൾ ഒരു വലിയ പ്രയാസം നമ്മുടെ മുമ്പിലുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ കുടുംബഘടനയുടെ ഉള്ളിലേക്ക് കയറി വന്ന നമുക്ക് തടുക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമ്മളൊക്കെ കുട്ടികളായി വളരുന്ന കാലത്ത് നമ്മൾക്ക് താങ്ങും തണലുമായി നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരാണ് നമ്മുടെ താങ്ങ്, അവരാണ് നമ്മുടെ തണല്, അവരാണ് നമുക്ക് മാതൃക, അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ കൂടെ നിന്നവര്, നമുക്ക് സുരക്ഷിതത്വം തന്നവര്, നമുക്ക് സമാധാനം തന്നവര്, നമുക്ക് അറിവ് തന്നത്. അറിവില്ലാത്ത കാര്യങ്ങൾ അവരോടാണ് നമ്മൾ ചോദിച്ചു വാങ്ങിയത്. നമ്മുടെ മുമ്പിൽ അവരൊരു വലിയ പർവ്വതം പോലെയായിരുന്നു. എൻ്റെ ബാപ്പ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ രണ്ട് മനുഷ്യന്മാരായിരുന്നു. അറിവിലും കഴിവിലും സ്നേഹത്തിലും ഔദാര്യത്തിലും എല്ലാത്തിലും. അതുകൊണ്ട് നമുക്കൊക്കെ നല്ല സുഖേനി. നമ്മുടെ മാതാപിതാക്കൾ നടന്ന വഴിയേ നടന്നാൽ മതിയായിരുന്നു. ഓരുടെ പിന്നാലെ ഓരോ നിഴലു പറ്റി പോയാമായിരുന്നു. അവർ നമ്മളെ തിരുത്തുമായിരുന്നു, അവർ നമ്മളെ ചേർത്ത് പിടിക്കുമായിരുന്നു, അവർ നമ്മളെ സംരക്ഷിക്കുമായിരുന്നു, നമ്മുടെ തെറ്റുകളെ അവർ നമുക്ക് തിരുത്തി തരുമായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ വല്ല കുഴപ്പമില്ലാതെ നമ്മുടെ കുട്ടിക്കാലം നമ്മൾ ചെലവഴിച്ചത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ വിവരമുള്ളവരായി, നമ്മളെക്കാൾ അറിവുള്ളവരായി, നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരായി, നമ്മളെക്കാൾ ലോകം തിരിയുന്നവരായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യത്തിലും നമ്മെ ആശ്രയിക്കാൻ തോന്നുന്നില്ല. ഒരു കാര്യത്തിനും അവർക്ക് നമ്മളെ ആശ്രയിക്കാൻ തോന്നുന്നില്ല. കാരണം അവരെ സഹായിക്കത്തക്ക അറിവോ വിവരമോ അതിനാവശ്യമായതൊന്നും ഓൻ്റെ ബാപ്പാൻ്റെ ഇമ്മാൻ്റെ അടുത്തില്ല എന്ന് ആ കുട്ടിക്ക് നല്ല ബോധമുണ്ട്. ഒരു ചെറിയ കാര്യം പോലും നമ്മൾ മക്കളുടെ സഹായത്തോടു കൂടി നിർവഹിക്കുക. ഞാൻ ഇന്ന് വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ഒരു രസകരമായ പ്രസംഗം കേട്ടേ. ഒരാൾ, ആ വടകര തലശ്ശേരി ഭാഗത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നല്ല ശൈലിയിലുള്ള രസകരമായ പ്രസംഗം. അതിൽ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞ്, ഒരു നാട്ടിൽ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, കാര്യപ്പെട്ട ആളാണ്. പക്ഷേ മൂപ്പര കയ്യിൽ ഫോണുള്ളത് പഴയ ഞെക്കണ ഫോണാണ്. നമ്മളെ കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ കയ്യിൽ നിങ്ങൾ ഞെക്കണ ഫോണേന്, വയസ്സായ ആൾക്കാർ, ഇയാൾ ഞെക്കണ ഫോണാണ്. അപ്പോൾ എല്ലാവരും മൂപ്പരെ കളിയാക്കുക. നിങ്ങൾ ഇത്രയായിട്ടും ഇത്ര വലിയ കുടുംബം കുട്ടികളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഇപ്പോൾ ഈ നിൽക്കണ ഫോണായിട്ട് നടക്കുക. അപ്പോൾ അയാളെ ഭാര്യയ്ക്ക് വലിയ മാനക്കേടായി അത്രേ. ഭാര്യ പറഞ്ഞു, ഇത് വേണ്ട, ആ ഫോൺ വാങ്ങി വലിച്ചെറിഞ്ഞ് പകരം ഒരു തോണ്ടുന്ന ഫോൺ കൊടുത്ത്. ഈ തോണ്ടുന്ന ഫോൺ മൂപ്പർക്ക് വലിയ പ്രശ്നമാണ്. ചെവിമ്മ വെച്ചാൽ, ചെവിമ്മ തട്ടിയാൽ ഉള്ള പ്രോഗ്രാം അങ്ങോട്ട് പോവും, മേലത്തെ പ്രോഗ്രാം താഴത്തേക്ക് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഈ ബന്ധീനെ പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടെ പറഞ്ഞയക്കുക, അതൊന്നും മൂപ്പർക്ക് പിടുത്തല്ല. മൂപ്പരാകെ ഈ ഫോൺ കൊണ്ട് അങ്ങോട്ട് ഇടങ്ങറായി. അവസാനം പരിഹരിക്കാൻ വേണ്ടി വീട്ടിൽ 5 വയസ്സുള്ള പേരക്കുട്ടിൻ്റെ അത്രേ. പേരക്കുട്ടിയോട് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞല്ലോ, അപ്പച്ചനെ ഞാൻ പറപ്പിച്ചരാ വരും പറഞ്ഞു. അങ്ങനെ വരാന്തയിൽ അപ്പച്ചനും പേരക്കുട്ടിയും പാടെ ഇരുന്നിട്ട് ഇവൻ പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പ ഇങ്ങനെ, അച്ഛ അങ്ങനെ അങ്ങനെ അങ്ങനെ.
എത്ര പറഞ്ഞിട്ടും ഈ സാധുവിന് മനസ്സിലാവണില്ല. ഇവൻ പറയാൻ എളുപ്പ, ഇവൻ അറിയുന്ന കാര്യമാണ് ഈ ആപ്ലിക്കേഷൻ, അത് ഇത് എന്താ ആപ്ലിക്കേഷൻ, ഇയാൾ അന്തം വിട്ടിരിക്കുക. അതിൽ അവസാനം ദേഷ്യം പിടിച്ചിട്ട് ഈ കുട്ടി പറഞ്ഞത്രേ, ഈ അച്ഛൻ പൊട്ടനെ ഒന്നും മനസ്സിലാവില്ല, ഈ അച്ഛൻ പൊട്ടനെ ഒന്നും മനസ്സിലാവില്ല. അത് ഒരു തലമുറ മറ്റൊരു തലമുറയോട് പറയുന്നൊരു വാക്കായിട്ടാണ് നമ്മൾ കേൾക്കണ്ടേ. ഈ അച്ഛൻ പൊട്ടണ്ടല്ലോ. 40 വയസ്സിൻ്റെ മുകളിലുള്ള തലച്ചോറുമായി ജീവിക്കുന്ന നമ്മൾക്ക് പുതിയ 20ൻ്റെ തലച്ചോറിൻ്റെ അടുത്തുകൂടെ പോകാൻ പറ്റണില്ല. അത്ര ഷാർപ്പാണത്, അത്ര വേഗതയാണതിന്, അത്ര കരുത്താണതിന്. അതിൻ്റെ കൂടെ ചെന്നിട്ട് മക്കളെ നിങ്ങളാ അറിഞ്ഞ അറിവ് അത് ശരിയല്ലോ, അതിൻ്റെ ശരിയായ അറിവ് ഇന്നതാട്ടോ എന്ന് അവർക്കൊന്ന് തിരുത്തി കൊടുക്കാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഓരോ കൂടെ എത്തണ്ടേ. അത് എത്താൻ നമുക്ക് പറ്റുന്നില്ല, അത്ര വേഗത്തിലാണ് ഓല ഓടുന്നേ. അതുകൊണ്ട് മക്കളെ കുറ്റം പറയരുത്, പുതുതലമുറയെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. അവർ ജീവിക്കുന്ന ലോകം അങ്ങനെയാണ്. ആ ലോകത്ത് അവർക്ക് താങ്ങാവാനോ തണലാവാനോ സുരക്ഷിതത്വമായ കൂടൊരുക്കാനോ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ കഴിവുകേട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ ഓലങ്ങനെ പോയിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബമൊക്കെ അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്ത. എന്തിനറിയോ? ലോകത്ത് അടുത്ത തലമുറയിൽ മനുഷ്യവംശം നിലനിൽക്കണം, മനുഷ്യവംശം നിലനിൽക്കണം. ആ മനുഷ്യവംശം നിലനിർത്താൻ വേണ്ടി അല്ലാഹു നമുക്ക് തന്നതാണ് ഈ പുതിയ തലമുറയെ. അതുകൊണ്ട് എത്ര റിസ്ക് എടുത്താലും വേണ്ടിയില്ല, എത്ര പ്രയാസെടുത്താലും വേണ്ടിയില്ല, വിട്ടുകളയരുത്, ചേർത്ത് പിടിക്കണം. കിതച്ചുകൊണ്ടാണെങ്കിലും അവരുടെ കൂടെ ഓടിയെത്തണം. നമ്മളൊക്കെ ബാപ്പാരുടെ കാലത്ത് കുട്ടികളെയും കുടുംബത്തെയും നോക്കാൻ ബാപ്പാക്കുണ്ടായിരുന്ന ബേജാറ് എന്തായിരുന്നറിയോ? ചോറ് വാങ്ങാൻ, ചായ ഉണ്ടാക്കാൻ, ഡ്രസ്സ് വാങ്ങാൻ, ബുക്ക് വാങ്ങാൻ പൈസ ഇല്ലാത്തതിൻ്റെ ഇടങ്ങേറേനി ബാപ്പാക്ക്. ഒരു നേരത്തെ ചോറ് കൊടുത്താൽ അടുത്ത നേരം എന്താ പടച്ചോനെ കുട്ടിയേക്ക് ഭക്ഷണം കൊടുക്കുക എന്ന വേവലാതിയായിരുന്നു മനസ്സ് നിറയെ. ഓരോ പെരുന്നാളും ആണ്ടർതിയും വരുമ്പോൾ കുട്ടികൾക്കൊരു കഷ്ടം, കുപ്പായത്തിൻ്റെ കഷ്ടം വാങ്ങിക്കൊടുക്കാൻ എന്താ പടച്ചോനെ ചെയ്യുക എന്ന വേവലാതി ഉണ്ടായിരുന്നു അവർക്ക്. ഇനി നമുക്കതില്ല, നമുക്കതില്ല. ഇഷ്ടം പോലെയാണ്, യഥേഷ്ടം, ഒരു കുറവില്ല. അഥവാ ഇല്ലാത്തവന് കൊടുക്കാൻ നാട്ടുകാർ കാത്തുക്കാണ്. പക്ഷേ നമ്മളെ പേടി അതല്ല, ഈ മക്കള് നമ്മളെ മക്കളല്ലാതെ പോവുകയാണല്ലോ പടച്ചോനെ. നമ്മുടെ മക്കളല്ലാതായി പോവുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവാണ്. ആർക്കും നമ്മളെ വേണ്ടാതെ വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്നേഹവും കാരുണ്യവും ആർദ്രതയും ദയയും ഒന്നും കിട്ടുന്നില്ലല്ലോ. യശാ നിസ്കാരം കഴിഞ്ഞിട്ടേ സാധാരണ ജമാഅത്ത് കഴിഞ്ഞാൽ വേഗം ഇറങ്ങിപ്പോവാറുള്ള ഒരു കാരണവരുണ്ട്. ഒരു മഗ്‌രിബിന് വരും. യശാ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം മൂപ്പര് ടോർച്ചായിട്ട് ഇറങ്ങൽ കുറേ കാലമായിട്ട് അങ്ങനത്തെ കാരണവരാ. ഒരു ദിവസം യശാ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടും പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ആൾ വാതിലൊക്കെ അടച്ച് ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ ഇയാൾ താഴ്വരയിലെ തിണ്ണയിൽ അങ്ങനെ ചോരും ചാരി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ബാങ്ക് കൊടുക്കുന്ന ആൾ ചോദിച്ചു, വീട്ടിൽ പോണേ. പിന്നെയും മറ്റേയാൾ പോയി ഒക്കെ വാതിലും ജനലൊക്കെ കൊട്ടിയടച്ച് വന്നു. ഒരു തലക്കത് ലൈറ്റൊക്കെ ഓഫാക്കി വന്നപ്പോഴും ഇയാൾ വരാന്തയിലിരിക്കുക. അല്ല അക പോണം. പിന്നെ ഇയാൾക്ക് അവസാനത്തെ ലൈറ്റ് ഓഫാക്കി പട്ടി കയറിനീന് ആ ഹൗദും കരയിൽ ചെറിയൊരു വാതിലുണ്ട്, അത് കുറ്റിട്ടിട്ടുമാണ് ഇയാൾക്ക് പോകാൻ. അത് കുറ്റിരുന്നെങ്കിൽ ഇയാൾ പോണ്ടേ? അല്ല പോകല്ലേ. അപ്പം ഇയാൾ പറയണേ, ഞാൻ പെരീക്ക് പോണ്ട എന്ന് തീരുമാനിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. നാട്ടിലെ കാരണവരാണ്, പൈസക്കാരാണ്. ഏകദേശം നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടുമുറ്റത്താണ് മദ്യം പറഞ്ഞ് തീർക്കാറുള്ളത്. അങ്ങനത്തെ കുടുംബമാണ്. പക്ഷെ വീട്ടിക്ക് പോണ്ടെന്ന് വെച്ചാലോന്ന്. അപ്പം നമ്മളെ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് തോന്നി ഇത് സംഗതി കളിയല്ലല്ലോ, എന്തുണ്ടല്ലോ, അല്ല എന്താ പറ്റിയത്. മൂപ്പരെ കണ്ണ് നിറഞ്ഞ് ഇടങ്ങേറായി. അവസാനം പറഞ്ഞു ഒപ്പിച്ചത് എന്താ അറിയോ? വീട്ടിലാർക്കും ഇന്നെ ഇപ്പോൾ വേണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക്, ഞാൻ ഓൾക്ക് ഒരു ബുദ്ധിമുട്ടായി തീരുന്നുണ്ടോയെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞു തരും. ഒന്നുമില്ല, ഓരിങ്ങനെ ഇപ്പം എൻ്റെ വീട്ടിൽ നിങ്ങളും ചെന്നോക്കാണി, അവിടെ വരാന്തയിലോ സിറ്റ് ഔട്ടിലോ ലിവിങ് റൂമിലോ എൻ്റെ ഭാര്യയും മക്കളും പേരക്കുട്ടികളൊക്കെ ഒന്നിച്ചിരുന്ന് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ബേക്കറിയൊക്കെ കുറച്ചിങ്ങനെ ഇരിക്കേ. കാരണം എൻ്റെ ടോർച്ചിൻ്റെ വെട്ടം കാണുന്നതോടുകൂടി
മക്കളും മരുമക്കളും അവരുടെ റൂമുകളിലേക്കും പേരമക്കൾ അവരുടെ ഇടങ്ങളിലേക്കും സ്വന്തം ഭാര്യ അടുക്കള റൂമിൻ്റെ ഇപ്പുറത്തുള്ള അവരുടെ സ്വന്തം റൂമിലേക്കും പോകും. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് എൻ്റെ വീട്ടുകാരുടെ സന്തോഷത്തിനെ ഇല്ലാതാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടി. അയാൾ അവഗണിക്കപ്പെടുന്ന പേടിയല്ല, അയാൾക്ക് ജീവിക്കാൻ വരെ ഒരാളെയും ഒരു സഹായവും വേണ്ട, നല്ല കുറ്റർപ്പുള്ള മനുഷ്യനാ, സ്വത്തുണ്ട്. പക്ഷേ താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് താനൊരു അരോചക വസ്തുവാകുന്നുണ്ടോ എന്ന ഒരു തോന്നൽ അയാൾക്ക്. അതുകൊണ്ട് അവരുടെ കണ്ണിൽ ഓൽക്കൊരു ഇടങ്ങേറായിട്ട് ഞാൻ നിൽക്കണ്ട, എങ്ങോട്ടേലും പോയാലോ, എന്നിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചാലോ എന്ന് തോന്നുകയാണ്. പാങ്കൊടുക്കുന്ന ആൾ പറഞ്ഞു, തൽക്കാലം നിങ്ങൾ വീട്ടിലേക്ക് പോയി, ഇൻഷാ അല്ലാ നാളെ രാവിലെ നമ്മുടെ ഉസ്താദൊക്കെ വരുമല്ലോ, എന്നിട്ട് അന്ന് സംസാരിച്ച് കണ്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കാം. ഇതാണ് കാലം. ഇത് ഞാൻ പറയുമ്പോൾ ഈ കേൾക്കുന്ന കുറേ ആൾക്കാർക്ക് തോന്നും, മൗലവി അയാൾക്ക് മാത്രമല്ല എനിക്കൊക്കെ അങ്ങനെ പലവട്ടം തോന്നിയതാ, പിന്നെ എങ്ങട്ടാ ഇറങ്ങിപ്പോകുക എന്ന് പേടിച്ചിട്ട് ഇരിക്കുകയാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരെയും കാണും അല്ലേ. മസ്കൻ, നമ്മുടെ കുടുംബം താമസിക്കുന്ന വീടിൻ്റെ പേര് മസ്കൻ എന്നാണ് അറബിയിൽ. എന്താ മസ്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ? സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാ, ശാന്തിയുടെ കേന്ദ്രമാണ്. വേറെ എവിടെ എന്ത് പ്രയാസം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എന്ത് ഇടങ്ങേറുണ്ടായാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിയാൽ ആ ഇടങ്ങേറൊക്കെ അലിഞ്ഞലിഞ്ഞില്ലാതായി എത്ര ചൂടാണെങ്കിലും അത് തണുത്ത് തണുത്ത് നമ്മൾ മനോഹരമാവേണ്ട ഇടമാണത്. പക്ഷേ ആ വീടിൻ്റെ അകത്തളങ്ങളിൽ സമാധാനത്തിൻ്റെ നുറുങ്ങുവട്ടങ്ങൾക്ക് പകരം അസമാധാനത്തിൻ്റെ കരിന്തിരി പുകഞ്ഞു കത്തുന്നത് നമ്മളെ വലിയ രൂപത്തിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. പരസ്പരം വിശ്വാസമില്ലായ്മ, പരസ്പരം മാറ്റി നിർത്തുന്നുണ്ടോ എന്ന തോന്നൽ, പരസ്പരം ചതിക്കുന്നുണ്ടോ എന്ന തോന്നൽ, പരസ്പരം മറച്ചു വെക്കുന്നുണ്ടോ എന്ന തോന്നൽ, പരസ്പരം അടുക്കുമ്പോൾ പോലും എന്തോ ഒരു അകൽച്ച ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ എന്നൊരു തോന്നൽ. 65-70 വയസ്സായ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, അല്ല ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത് എപ്പോഴെങ്കിലും ശരിക്കും ഉന്നെ സ്നേഹിച്ചിക്കണോ? 65 വയസ്സായി, പണ്ട് 20-ാം വയസ്സിൽ വാപ്പ പിടിച്ച് കെട്ടിച്ചതാ, ഇപ്പം 65-ാം വയസ്സിൽ ചോദിക്കാണ്, അല്ല ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്നെങ്കിലും ശരിക്കും എന്നെ സ്നേഹിച്ചിക്കണോ? ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ നഞ്ഞു മുതൽ സ്നേഹിച്ചോ എന്ന് പറയാൻ കാലപോലെ മുമ്പിലുണ്ടോ? അല്ലേ? എവിടെയാണ് നമുക്ക് താളപ്പിഴവുകൾ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനത്തിൻ്റെ കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച ഒരു കുടുംബ ബിന്ദുവിലേക്ക് നമ്മളെ അള്ളാഹു ഒരുമിച്ച് ചേർത്തപ്പോൾ ആ കുടുംബ ഭദ്രത എവിടെയാണ് നമുക്ക് അസമാധാനത്തിൻ്റെ നെരിപ്പോടായി മാറിയത്? ഒന്നാമത്തെ കാര്യം എന്താ നിങ്ങൾ? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഗുണത്തിന് വേണ്ടി നിശ്ചയിച്ച ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടേണ്ട ഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കുടുംബജീവിതം അത് സ്വസ്ഥമാവാനും അത് സമാധാനപൂർണമാവാനും അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു തന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അത് മതത്തിൻ്റെ ഒന്നുമല്ല, മനുഷ്യർക്ക് മൊത്തത്തിൽ. നമ്മൾ വിചാരിക്കുന്നത് മുസ്ലിം കുടുംബത്തിൽ മാത്രമേ ഈ സമാധാനം അസമാധാനമൊക്കെ ഉള്ളൂ. അല്ല, അതെല്ലായിടത്തുണ്ട്. സമാധാനമുള്ള കുടുംബങ്ങൾ ചിലപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നാറില്ലേ? എൻ്റെ നാട്ടിൽ ഒരുപാട് ഹരിജൻ കോളനികളുണ്ട്. ഹരിജൻ കോളനികൾ കൊണ്ട് സമ്പന്നമായ പ്രദേശമാണല്ലോ നിലമ്പൂർ പ്രദേശം. അവിടെ ഒരു കോളനിയിൽ ഒരു 10-70 വയസ്സായ ഒരു മൂപ്പനുണ്ട്. ആ മൂപ്പൻ കല്യാണം കഴിച്ചു, അവസാനത്തെ കല്യാണം കഴിച്ചു ഒരു 10-17 വയസ്സായ പെൺകുട്ടിയാണ്. മൂപ്പൻ ആരും കല്യാണം കഴിക്കാം, മൂപ്പനതിന് അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെ മൂപ്പൻ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ ഈ മൂപ്പൻ അത്യാവശ്യം വയസ്സായിട്ടുണ്ട്, കാത് കേൾക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, കണ്ണ് കാണാത്തിരി പ്രയാസമുണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും മൂപ്പൻ ഇപ്പോഴും മൂപ്പൻ്റെ അധികാരം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആ അധികാരം മൂപ്പൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. മൂപ്പര് ഒരു രാവിലെ 8 മണിക്ക് ഇങ്ങനെ കാടിറങ്ങി വരും. ഒരു കയ്യിൽ വടി ഉണ്ടാവും, മറ്റേ കയ്യിൽ ഈ പെൺകുട്ടി അയാളുടെ ഭാര്യ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് കൂടെ ഉണ്ടാവും. നേരെ വന്നിട്ട് ഷാപ്പിൽ പോയിട്ട് നന്നായിട്ട് കുടിച്ചിട്ട്, അന്ന് ചാരായ ഷാപ്പുള്ള കാലാട്ടോ, അപ്പോൾ ഈ ഷാപ്പിൽ പോയിട്ട് നന്നായി കുടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു 4 അടി നടക്കുമ്പോഴേക്ക് ഇയാൾ വീണ് പോകും. ഒരു പീടികയുടെ തിണ്ണയുടെ ഒരു ഓരത്ത് അയാൾ അവിടെ വീണ് കിടക്കും. അതിൻ്റെ തൊട്ടടുത്ത് കാലും നീട്ടി വെറ്റിലപ്പാത്രം മുമ്പിൽ വെച്ച് ഈ പെൺകുട്ടി ഇരിക്കും. ഇടക്കിടക്ക് കല്ലിലിട്ടുകാണ്ട് വെറ്റിലയും അടക്കയും ഇങ്ങനെ ഇടിച്ചിട്ട് അത് പരുവപ്പെടുത്തിയിട്ട് ഇടക്കിടക്ക് ഓരോ നുള്ളു നുള്ളിയിട്ട് നിലത്ത് വീണ് കിടക്കുന്ന ഭർത്താവിൻ്റെ വായിലേക്ക് അവൾ വെച്ച് കൊടുക്കും. ഒരു അരബോധത്തിൽ അയാൾ അതങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. ഒരു 4-5 മണിയാകുമ്പോൾ അയാൾ പതുക്കെ എണീക്കും. എന്നിട്ട് അയാളുടെ കയ്യും പിടിച്ച് ഈ പെൺകുട്ടിയും അയാളും അയാളുടെ വീട്ടിലേക്ക് നടക്കും. അല്ലേ? ഭർത്താവിന് ചെറിയ ഒരു അസുഖമുണ്ടെന്ന് തോന്നിയപ്പോത്തിന്
ഭർത്താവിനെ വിട്ട് കാമുകന്മാരെയൊക്കെ തേടിപ്പോകുന്ന പുതിയ കാലത്തിൻ്റെ പ്രതിഭാസങ്ങളിൽ അത്ഭുതമാണ് ഈ കുടുംബ ബന്ധങ്ങളൊക്കെ. അത്ഭുതമാണ് ഈ കുടുംബ ബന്ധങ്ങളൊക്കെ. എങ്ങനെയാണ് ആ ബന്ധം? അത് അല്ലാഹു തആല മനുഷ്യർക്കിടയിൽ നിശ്ചയിച്ചു കൊടുക്കുന്ന വല്ലാത്ത ഒരു ബന്ധമാണ്. ആ ബന്ധത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. മവദ്ദത്തും റഹ്മത്തും അത് രണ്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമായതാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ തുന്നിക്കെട്ടലും പൊട്ടിപ്പോകാനുള്ള കാരണം മവദ്ദത്തും റഹ്മത്തും. എന്താണ് മവദ്ദത്ത് പറഞ്ഞാൽ? നിങ്ങൾ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രണയമാണ്, അതൊരു വല്ലാത്ത സ്നേഹമാണ്. പക്ഷേ ആ പ്രണയം കുറച്ച് കാലം കഴിയുമ്പോൾ ആ പ്രണയത്തിന് ശക്തി കുറയും. നിങ്ങൾക്കറിയില്ലേ, കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ KV അബ്ദുൽ ലത്തീഫ് മൗലവി പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞ ഉടനെ പുതിയാപ്പളി പുതിയണ്ണും ഒരു ബൈക്കും അങ്ങനെ പോണേ കണ്ടാൽ അറിയാം ഓലെ കല്യാണം ഈ ആഴ്ച കഴിഞ്ഞത്. പുതിയാപ്പള മുമ്പിൽ, പെണ്ണ് ബാക്കിൽ. ആ പെണ്ണ് പുതിയാപ്പളിനെ കണ്ട് പിടിച്ചിട്ടേ ഓൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് തെറിച്ച് വെക്കും, ആജാതി പിടുത്തം പിടിച്ച് വെക്കും. അങ്ങനെ പോകണുണ്ട ഉറപ്പാണ്. 15 ദിവസത്തിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണാണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ കാണാം ഓൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ്, ഒരു പിടി. പെണ്ണിനോട് പറഞ്ഞേക്കാ എൻ്റെ മേത്ത് തൊട്ട് പോകരുത്, വേണമെങ്കിൽ ദീമ പിടിച്ചു വന്നു. ഓൾ വിട്ടിങ്ങനെ ഇരിക്കണം, രണ്ടാളടിയിലൊരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? എത്ര പെട്ടെന്നാണ് നിങ്ങൾ. അപ്പോൾ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് കാലപ്പഴക്കം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അതിന് ചിലപ്പോൾ ശക്തിക്ഷയങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ചേർത്ത് പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, റഹ്മത്ത്, കാരുണ്യം. കാലം കൂടുന്തോറും വീര്യം കൂടി വരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വികാരമാണത് കാരുണ്യം. ഭർത്താവിൻ്റെ മുഖത്ത് ഒരു വേദനയുടെ ഒരു ചെറിയ അടയാളം വരുമ്പോഴേക്ക് ഭാര്യ ചോദിക്കും, എന്തെങ്ങൾക്ക് വേദന ഉണ്ടോ? ഭർത്താവും ഭാര്യ ഇരിക്കുമ്പോഴേ ഭർത്താവിൻ്റെ മുഖത്ത് വേദനയുടെ ഒരു ചെറിയ അടയാളം, ഒരു ചെറിയ പോറൽ, ചുണ്ടിലോ മുഖത്തോ ഒരു ചെറിയ കോട്ടം വരുമ്പോഴേക്ക് അടുത്തിരിക്കുന്ന ഒരു MD ഡോക്ടർക്ക് പോലും തിരിച്ചറിയാൻ പറ്റൂല ആ വേദന. പക്ഷേ അടുത്തിരിക്കുന്ന ഭാര്യ നെട്ടലോട് ചോദിക്കുക, പിന്നെയും വേദന ഉണ്ടായി നിങ്ങൾക്ക്? ഭക്ഷണം കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു കല്ല് ഭർത്താവ് ഇങ്ങനെ പല്ലുമ്മ തട്ടിയിട്ടേ ഉണ്ടാകുള്ളൂ. പക്ഷെ അപ്പോഴേക്ക് സ്ഫോടനം പോലെ ഭാര്യ കല്ല് കടിച്ചങ്ങൾ. ഇത്ര എളുപ്പമല്ലേ? ഇത്ര എളുപ്പോ? അതെങ്ങനെ കിട്ടിയത്? അതൊന്നും വിശദീകരിക്കാനേ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒരു മാനദണ്ഡം പോരാ. മനസ്സും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധമാണത്. ആശുപത്രിയിൽ കിടക്കുക, ICUവിൽ വലിയ ഡോക്ടർമാരൊക്കെ വന്നിക്കണ്, ഓലൊക്കെ അവിടെ ഉണ്ട്. കാണാൻ ചെന്നപ്പോൾ അയാളിങ്ങനെ മെല്ലെ എന്തോ ചോദിക്കാണ്. അപ്പം ഞാനിങ്ങനെ ചെവി ചേർത്ത് പിടിച്ചപ്പോൾ ചോദിച്ചു, ഓള് വന്നിട്ടില്ലേ? ആരാണ്? അയാളെ ഭാര്യ. ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, വേഗം വരാൻ പറയട്ടോ പറഞ്ഞു. അതെ, അതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഹൃദയബന്ധം എന്ന് പറയുന്നത്. നമുക്ക് പദങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല, അനുഭവങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനേ പറ്റുള്ളൂ. ആ രൂപത്തിലുള്ള ഒരു ഹൃദയബന്ധമാണ് ഒരു കുടുംബത്തിലുള്ളവർ അടിസ്ഥാനപരമായി. ഒരു ഭാര്യയും ഭർത്താവുമാണല്ലോ ഒരു കുടുംബത്തിൻ്റെ ആധാരം. അതിൽ നിന്നാണല്ലോ ബാപ്പയും ഉമ്മയും മക്കളും വല്യമ്മയും വല്യപ്പയും പേരക്കുട്ടികളൊക്കെ ഉണ്ടാവുന്നത്. അതെപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സംരംഭമാണ് കുടുംബം. ആരെയും അവഗണിക്കാനോ ഒഴിവാക്കാനോ പറ്റാത്ത സംരംഭം. ഓരോരുത്തർക്കും അവരവർക്ക് കൊടുക്കേണ്ട പരിഗണന, അവരവർക്ക് കൊടുക്കേണ്ട സ്നേഹം, അവരവർക്ക് കൊടുക്കേണ്ട സ്ഥാനമാനം, അത് എല്ലാവരും മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് വകവെച്ച് കൊടുത്തേ പറ്റൂ. എനിക്ക് തോനെ പണമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ പരിഗണനയുടെ പ്രോട്ടോകോൾ ലംഘിക്കാൻ പാടില്ല. ചില കുടുംബത്തിലൊക്കെ മൂത്ത ജ്യേഷ്ഠൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആളേക്കാരം, അയാളേക്കാരൻ താഴെയുള്ളവരൊക്കെ പഠിപ്പിച്ച കോലത്തിലെത്തിയത്. ഇപ്പം താഴെയുള്ളവരൊക്കെ പൈസക്കാരായി, മൂത്താക്കിപ്പോഴും വരുമാനമൊന്നുമില്ല. പക്ഷേ കുടുംബത്തിൻ്റെ പല കാര്യങ്ങളും ഇപ്പം അയാൾ അറിയണില്ല. എന്താ അറിയാത്ത? മൂപ്പരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മൂപ്പർക്കൊരു ഗതിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കൂടി തീരുമാനിക്കുക. ആര്? പൈസ ഉള്ളവർ തീരുമാനിക്കുക. കാരണവന്മാരും പരിഗണിക്കപ്പെടേണ്ടവരും മൂത്ത ജ്യേഷ്ഠന്മാരും സഹോദരന്മാരുമൊക്കെ കുടുംബത്തിൽ ഒറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായി ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ അറിയേണ്ടത് അറിയിക്കണം. പരിഗണന എന്നതാണ് ലോകത്ത് മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി. അവഗണന എല്ലാവർക്കും പ്രയാസ. ഒരു ഉമ്മ പേരക്കുട്ടികളെ വിളിച്ച് ചോദിച്ചേ, നോക്ക് കുട്ടി, ഇന്നലെ അന്തിക്ക് ഉമ്മയും ബാപ്പയും
എന്തേലും ഒരു കാര്യത്തെപ്പറ്റി അങ്ങനെ സംസാരിക്കണത് കുട്ടികൾ കേട്ടിനോ? കുട്ടി പറഞ്ഞു ഞാനൊന്നും കേട്ടിട്ടില്ല, ഉമ്മത് വിട്ട്. പക്ഷെ ഈ കുട്ടി, പേരക്കുട്ടി, ആ കുട്ടീൻ്റെ അമ്മാനോട് പറഞ്ഞ് എന്നോട് ഉമ്മമ്മ ചോദിച്ചു, ഇന്നലെ അന്തിക്ക് ബാപ്പിങ്ങളും എന്താ വർത്താനം പറഞ്ഞിനെന്ന് ഉമ്മമ്മ എന്നോട് ചോദിച്ചു പറഞ്ഞു. കുട്ടി തമാസക്ക് പറഞ്ഞ പടച്ചോനെ പോരെ. അല്ലെങ്കിൽ തന്നെ ഓള് ഉമ്മമ്മാൻ്റെ ഒരു തെറ്റ് കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുമ്പോഴാ ബെഡ്റൂമിലെ രഹസ്യങ്ങൾ പേരക്കുട്ടികളോട് ഉമ്മമ്മ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. പ്രശ്നമായി, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. അവസാനം സംസാരിക്കുമ്പോൾ അമ്മ നൊലോളിച്ചുകൊണ്ട് പറഞ്ഞേ, ഉസ്താദേ നിങ്ങൾക്ക് എന്താ സംഗതി അറിയോ? അറിയില്ല. ആ പറഞ്ഞുതരാം. മകനും അവൻ്റെ ഭാര്യയും അവൻ്റെ ഭാര്യ വീട്ടുകാരും അതേപോലെ മകൻ്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചർച്ചയാണ്, ഭയങ്കര ഗൗരവമുള്ള ചർച്ച. അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോണ്, വരുന്ന് കടലാസ് പേപ്പർ കമ്പ്യൂട്ടർ, പെരും ചർച്ചകളാണ്. ഉമ്മ ഇങ്ങനെ എത്തി നോക്കും. ഉമ്മ വരുന്നേ കാണുമ്പോഴത്തിന് ആ ചർച്ച സ്ലോ ആവും, പിന്നെ ഒന്നും കേൾക്കൂല. ചുരുക്കി പറഞ്ഞ അമ്മ ഒന്നും കേൾക്കണില്ല. പക്ഷെ അമ്മക്കറിയാം ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തോ ആവണുണ്ട്. അതുകൊണ്ട് ഉമ്മാൻ്റെ ഉള്ളിൽ ആദ്യമാണ്. അപ്പോൾ ഇത് ആരോടെ ചോദിക്കാം? മകനോട് ചോദിച്ചു, എന്താ മോനെ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓൻ പോയി. മരുവളോട് ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെയൊക്കെ? അത് ഉമ്മ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ഓൾ പറഞ്ഞു. അപ്പോൾ ഉമ്മാൻ്റെ ഉള്ളിൽ കത്ത്. കാരണം ഈ മകനെ ലോകത്ത് ആര് എന്തൊക്കെ നേതാവായി, മന്ത്രിയായി, എഞ്ചിനീയറായി, ഡോക്ടറായി ആര് എന്തൊക്കെ വിശേഷിപ്പിച്ചാലും തുണിയെടുക്കാതെ കടന്ന കാലത്തെ, ഒരു നൂല് പോലും ഇല്ലാത്ത കാലത്ത് ആ മകനെ കൈവെള്ളയിൽ കടത്തി മുഴുവൻ കണ്ട ആളാണ് ഇമ്മ. ആ അമ്മാൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരാരെ പറ്റിയും വലുതാക്കി പറഞ്ഞാലും ഉമ്മ അറിഞ്ഞോളം ഈ ലോകത്ത് ആരെങ്കിലും അറിഞ്ഞിക്കണോ നമ്മളൊക്കെ? എന്നിട്ട് ഉമ്മാനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുക. അപ്പം ഉമ്മാക്കൊരു ഇടങ്ങേറ്. അപ്പം ഉമ്മ ഈ കുട്ടിനോട് ചോദിച്ചാൽ എന്താ അറിയോ? ഉമ്മയും ബാപ്പി രാത്രി എന്തേലും പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ചർച്ചാ വിഷയം എന്ന് ഉമ്മാക്കൊന്ന് മനസ്സിലാക്കാലോ. അല്ലാതെ പോലെ ബെഡ്റൂമിലെ രഹസ്യം ചോദിച്ചല്ല. ഉമ്മ ഇത് ഈ മനസ്സിൻ്റെ വിങ്ങൽ കൊണ്ട് ചോദിച്ചതാ. അപ്പം ഞാൻ ഓനോട് പറഞ്ഞു, എടാ പൊന്നാറ ചങ്ങായി, എൻ്റെ അമ്മാൻ്റെ ഒരു അവസ്ഥ നോക്കിയാച്ച്. ഈ ലോകത്ത് ഇക്കോലത്തിലാവാൻ വേണ്ടി ശരീരം പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്ന ആളമ്മ. അരക്കെട്ട് പൊട്ടിച്ചിട്ടേ, ഇന്നത്തെ പോലെ ബോധം കെട്ടി കീറിങ്ങാണ്ട് എടുത്തു കടത്തിയല്ല, അരക്കെട്ട് പൊട്ടിച്ച് പോന്ന് നിന്നെ എടുത്തു കടത്തിയ ആളമ്മ. നെഞ്ചോട് ചേർത്ത് ഉമ്മയുടെ ചോര പാലാക്കി തന്ന അമ്മയാണ്. ആ അമ്മാനോട് നിനക്കെന്താ ഒന്ന് സംസാരിച്ചൂടെ? അപ്പോൾ ഓമ്മൻ ഉസ്താദെ ഒന്നുമില്ല, സംസാരിക്കാൻ പറ്റാത്തൊരു വിഷയമല്ല. ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയാണ്ട് ഒരു പുതിയ ഫേമിൽ എന്താ പറയുക ഒരു നിക്ഷേപത്തിൽ കുറച്ച് പൈസ നിക്ഷേപിക്കാൻ പോവുകയാണ്. പക്ഷെ അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഭയങ്കരമായ ആശങ്കയുണ്ട്. കിട്ടിയ ഭയങ്കര കിട്ടലാണ്, പോയാൽ ഒന്നായിട്ട് പോകും. അതുകൊണ്ട് ഞാൻ അറിയുന്ന പലരോടും കുറച്ച് ദിവസമായി എൻ്റെ തലയിൽ ഇത് തന്നെയാണ്, എനിക്ക് ആകപ്പാടെ പിരാന്ത് വന്നിക്കണ്, ഞങ്ങൾ വലിയ ചർച്ചയിലാണ്. ഞാൻ ചോദിച്ചു, ഇതെനിക്ക് എൻ്റെ അമ്മാനോട് പറഞ്ഞൂടെ? അതൊക്കെ ഉസ്താദ് ഉമ്മാക്ക് മനസ്സിലാകും. ഉമ്മാക്ക് എന്ത് നിക്ഷേപം, ഉമ്മാക്ക് എന്ത് ഷെയർ മാർക്കറ്റ്, എന്ത് സ്റ്റോക്ക് മാർക്കറ്റ്, ഉമ്മാനോട് പറഞ്ഞിട്ട് ആ നേരാണ് പോയി കിട്ടുക എന്നല്ലാതെ ഉമ്മാക്ക് വല്ലോ മനസ്സിലാകുമോ? ഞാൻ പറഞ്ഞു, പൊന്നാറ സുഹൃത്തെ, എൻ്റെ ഈ ബേജാറ് എൻ്റെ അമ്മാനോടൊന്ന് പറയേ. ഉമ്മ അങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എന്താണെന്ന് ഉമ്മാക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ആ പരിപാടി കുറച്ച് പൈസ ഇറക്കുന്നുണ്ട്, ഉമ്മ നിങ്ങൾ അള്ളാനോടൊന്ന് തേടണം കേട്ടോ എന്ന് പറയേ. ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായയിൽ നിസ്കാരക്കുപ്പായത്തിൻ്റെ ഉള്ളിൽ ശോഷിച്ച് ഒതുങ്ങിക്കൂടി ഇശാബാങ്കും കേട്ട് കാത്ത് നിന്റെ ഉമ്മ ഇരിക്കുമ്പോൾ ആ നിസ്കാരക്കുപ്പായത്തിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് കൈ പൊന്തിച്ച് ആ ഉമ്മക്കൊരു തേട്ടുണ്ടാവും, പടച്ചോനെ എൻ്റെ കുട്ടിനെ കൈവിടരുത് കേട്ടോ. അതിലേറെ വലിയ എന്ത് അഡ്വൈസാണ്, അതിലേറെ വലിയ എന്ത് ഉപദേശമാണ്, അതിലേറെ വലിയ എന്ത് പിൻബലമാണ്, എന്ത് പിന്തുണയാണ് ഈ ലോകത്ത് നീ പ്രതീക്ഷിക്കുന്നത്? പെറ്റ വയറിൻ്റെ ഉടമസ്ഥയായ ഉമ്മ നിറഞ്ഞ കണ്ണുകളോടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനോട് എൻ്റെ മോനെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഏത് തങ്ങളുടെ ഉദ്ഘാടനമാണ് നിനക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കി തരിക? ഏത് കോജയാണ് നിന്റെ ജീവിതത്തിൽ അതിലേറെ ഫലം ചെയ്യുക? അല്ലേ? ആരും നിസ്സാരന്മാരാക്കരുത്. നമുക്ക് വിദ്യാഭ്യാസമായി, നമുക്ക് പൈസയായി, നമുക്ക് വലിയ പേരയായി, നമ്മളെ കുടുംബം ചൊറുക്കുള്ള കുടുംബമായി, ഇപ്പം നമുക്ക് ബാക്കിയുള്ളവരെ കണ്ടൂടാ. ആരും നിസ്സാരമാക്കരുത്. എല്ലാവർക്കും അവരുടെ നോക്കിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രമാണിമായ ആളുകൾക്ക് ഇങ്ങനെ തിണ്ണയിൽ പ്രവാചകനെ തിണ്ടുമരിക്കുക. സദസ്സിൽ പ്രമാണിമാരായ പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഓലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രവാചകൻ എന്തോ കാര്യപ്പെട്ട ഗൗരവം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു സംസാരമാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോണ്ട് വളരെ മുഷിഞ്ഞ് വസ്ത്രം ധരിച്ച് പൊടി പാറി
ആകപ്പാടെ മുഷിഞ്ഞ രൂപത്തിൽ ഒരു വയസ്സനിങ്ങനെ നടന്നു പോണ്ട്. റസൂലുള്ളാഹി എണീറ്റ് പോയിട്ട് അവിടെ പോയിട്ട് അയാളെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്നിട്ട് തൻ്റെ സമീപത്ത് അവിടെ ഇരുത്തി. സദസ്സിൽ സ്റ്റേജുമ്മേ അവിടെ ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോണ്ട് അതിൻ്റെ ബാക്കിലുണ്ട് അതിനെക്കാട്ടിലും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഏറെ അവശയായ ക്ഷീണിച്ച ഒരു സ്ത്രീ വരുന്നു. റസൂലുള്ളാഹി നടന്നു പോയി മാത്രമല്ല, അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് തൻ്റെ തോളിലുള്ള മുണ്ടുണ്ടല്ലോ, ആ മുണ്ട് നിലത്തിങ്ങനെ വിരിച്ചിട്ട് അവിടെ ഇരുത്തി. ഇത് അവിടെ ഇരിക്കും പറഞ്ഞു. ആൾക്കാരിങ്ങനെ അന്തം വിട്ട് എത്തത് ആരാണ് അല്ലേ? സഭ പിരിഞ്ഞു പോയി. അപ്പോൾ ഒരാൾ ചോദിച്ചു, ആ ഇരുത്തിയ ആൾക്കാർ ആരാണ്? പറഞ്ഞു കൊടുത്തു, പ്രവാചകനെ മുല കൊടുത്ത് വളർത്തിയ ഹലീമയാണത്, ഹലീമയുടെ ഭർത്താവാണത്, ബാപ്പിമ്മയും അല്ലേ. സ്വന്തം കാറ് വാങ്ങിയിട്ടേ കാറിൻ്റെ മുമ്പിലെ സീറ്റിൽ ഇതുവരെ ഉമ്മാനെ ഇരുത്താത്ത ചില ആൾക്കാരുണ്ട്. ഉമ്മാക്ക് പൂതിണ്ട് മുമ്പിലൊന്ന് ഇരിക്കണമെന്ന്, പക്ഷെ ഉമ്മ പറയും ഞാൻ ഇരിക്കില്ല, ഓലിരുന്നോട്ടെ. എന്തായാലും ഉമ്മാക്ക് പൂതില്ലായിട്ടല്ല, ഉമ്മെങ്ങാനും അവിടെ ഇരുന്നാൽ ബാക്കിൽ ശാപത്തിൻ്റെ ശബ്ദം കേൾക്കാതെക്കാൻ വേണ്ടി ഉമ്മ ഒഴിവായില്ല, ഉമ്മാനെ മുമ്പിൽ ഇരുത്തിയിട്ടില്ല കാറിൽ. എന്താ നിങ്ങൾ ഒരു മാനക്കേട് തോന്നുക? ഉമ്മ ഈ ഉണങ്ങി ചുരുങ്ങിയ ഉമ്മാനൊക്കെ മുമ്പിലിട്ട് നല്ല നല്ല ആപ്പിൾ പോലത്തെ പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ ഓളെടുത്തി പോയാൽ ആൾക്കാർ കാറുമൊക്കെ നോക്കും, കാറിൻ്റെ ഉള്ളിലൊക്കെ നോക്കും. ഇത് ഈ ഉണങ്ങിയ സാധനത്തിനൊക്കെ ഇരുത്തിയാൽ ആരാ നോക്കുക എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോഴും നമ്മളൊക്കെ കൂട്ടത്തിലുണ്ടേ. അതുകൊണ്ട് ഞാനൊരായത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് പ്രായമായി എന്ന് പറഞ്ഞാൽ 40 വയസ്സായി, 40 സന, 40 വയസ്സായി. പക്വതയുടെ ഒരു മനുഷ്യ ജീവിതത്തിലെ പക്വതയുടെ പൂർണ്ണതയുടെ അതിൻ്റെ രൂപമാണ് 40 വയസ്സ്. അതുകൊണ്ട് തന്നെ ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ കുറേ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർക്ക് വഹയി കിട്ടിയത് 40 വയസ്സാകാനുള്ള കാരണം അതത്രേ. നമ്മളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വഹയി കിട്ടിയത് 40 വയസ്സായപ്പോഴല്ലേ. അതിൻ്റെ കാരണം പറഞ്ഞത് 40 വയസ്സ് പക്വതയുടെ പ്രായമാണെന്നാ. ആ 40 വയസ്സായപ്പോൾ അയാൾ അള്ളാഹിനോട് തേടുന്നൊരു തേട്ടാണ്, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വനഅമല സ്വാലിഹൻ തർളാ വഅസ്ലിഹ് ലി ഫി ദുർരിയതി. പടച്ചോനെ, നീ എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹം ഉണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് നീ അവസരവും മനസ്സും ഈമാനും ഒക്കെ തരണം കേട്ടോ. അതോടൊപ്പം എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹം ഉണ്ടല്ലോ, ആ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹം കൊണ്ടാണല്ലോ ഈ ഞാൻ ഇക്കോലത്തിലുണ്ടായത്. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഒരു കാലില്ലാത്ത മകനെയാണ് നീ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അപ്പം കാലില്ലാതിരിക്കൂലേ? എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഒരു ബുദ്ധിയില്ലാത്ത മകനെയാണ് കൊടുത്തതെങ്കിൽ എനിക്കിപ്പോൾ ബുദ്ധി ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനെന്ന ഈ സർവ്വ സുഖം അനുഭവിക്കുന്ന ഈ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത നിയമത്തല്ലേ പടച്ചോനെ. അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിക്കണോ അതിനൊക്കെ നന്ദി കാണിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുക്കണമെന്നല്ല എനിക്ക് തരണേ. എൻ്റെ കാര്യം നോക്കാനും എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യം നോക്കാനുള്ള കഴിവും അതിൻ്റെ തൗഫീക്കും എനിക്ക് നീ തരണേ. തീർന്നില്ല പടച്ചോനെ, എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നല്ലത് വരുത്തണേ റബ്ബേ. എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നന്മ തരയണമേ റബ്ബേ. ഈ ഭാഗത്ത് ബാപ്പിമ്മയുണ്ട്, ഈ ഭാഗത്തിൻ്റെ ഭാര്യ മക്കളുണ്ട്. ചേർത്ത് പിടിച്ചുകൊണ്ട പടച്ചോനെ എൻ്റെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ നിൽക്കാനും എൻ്റെ മക്കളെയും കുടുംബത്തിൻ്റെയും കൂടെ നിൽക്കാനും അള്ളാഹുവേ അതിൻ്റെ നടുവിൽ നിൽക്കാനുള്ള കഴിവും ആഫിയത്തും ഈമാനും തൗഫീക്കും അനുഗ്രഹം നീ എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കുക. 40 വയസ്സായ മനുഷ്യൻ, നമുക്കൊക്കെ 40 വയസ്സാവുമ്പോഴേ ഒന്നുകിൽ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടാവും, ബാപ്പിയും മീൻ തെറ്റിയേക്കും, അല്ലെങ്കിൽ ബാപ്പിയും മീൻ ഉണ്ടാവും, പെണ്ണുങ്ങളും കുട്ടികളും തെറ്റിയേക്കും. ഇത് രണ്ടും പാടെ ഒപ്പിച്ച് നിർത്താണ്ടല്ലോ. കാറിൻ്റെ ഒരു ഡോർ തുറന്നാൽ അപ്പുറത്ത് കൂടെ പോകും പുറത്തേക്ക്, അപ്പുറത്ത് അടച്ചാൽ ഇപ്പുറത്ത് പുറത്ത്. ബാപ്പാനും ഇമ്മാനും കൂടെ നിന്നോ പെണ്ണുങ്ങൾ വേറെ ബൈക്ക് പോകും, ഓളെ കൂടെ നിന്നോ ബാപ്പിയും മീൻ വേറെ ബൈക്ക് പോകും. അതിൻ്റെ ഇടക്ക് ഈ ബാപ്പാനും ഇമ്മാനെയും കുടുംബത്തിനെയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു തുരുത്തായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ അറിവും കഴിവും മാത്രം പോരാ, പടച്ച റബ്ബിൻ്റെ തൗഫീക്കും വേണം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, പടച്ചോനെ എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവും തൗഫീക്കും എനിക്ക് നീ തരണമേ റബ്ബേ. പുതിയ കാലം, പുതിയ ചിന്തകൾ, ഇതൊക്കെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ചിന്തകളാണ്.
ലിബറൽ ചിന്താഗതി എന്താ നിങ്ങൾ? ലിബറലിസം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. എനിക്കാരോടും കടമയില്ല, എനിക്കാരോടും കടപ്പാടില്ല, ഞാൻ ആരുടെ ഇഷ്ടം നോക്കണ്ട, ഞാൻ ഒരാളുടെ മനസ്സ് നോക്കണ്ട, എനിക്ക് സുഖിക്കണം, എനിക്ക് ജീവിക്കണം, അതിന് മറ്റൊന്നും എനിക്ക് തടസ്സമല്ല. ഇതാണ് ലിബറൽ ചിന്താഗതി. ആരോടും ബന്ധമില്ല, ആരോടും. ഈ ലിബറൽ ചിന്താഗതി നമ്മുടെ നാട്ടിൽ നന്നായി വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ വിദ്യാഭ്യാസ രംഗവും സാംസ്കാരിക രംഗവും രാഷ്ട്രീയ രംഗവും എല്ലാ രംഗത്തും കഠിനമായ ശ്രമം നടക്കുന്നുണ്ട്. അത് കേട്ടും അത് കണ്ടും അത് പഠിച്ചുമൊക്കെയാണ് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ ദുരന്തപൂർണമായ അവസ്ഥയിൽ, ആ ദുരന്ത ഭൂമികയിൽ അവർക്ക് താങ്ങാവാനും തണലാവാനും നമുക്ക് സാധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിനെ അവരോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ അവരോട് ചേർത്ത് പിടിക്കണം, അവരെ വിട്ടുകളയരുത്. അല്ലേ? യത്തീം എന്ന് പറഞ്ഞാൽ ബാപ്പ മരിച്ച കുട്ടിനെയാണ് സാധാരണ യത്തീം എന്ന് പറയലേ. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് യത്തീം എന്ന് പറയേണ്ടത് ബാപ്പ മരിച്ച കുട്ടിനെ അല്ലാന്നാ. ലൈസൽ യതീമുല്ലദീ മൻ മാത വാലിദഹു, ബാപ്പ മരിച്ചോനല്ല ഇപ്പൊ യത്തീം എന്ന് പറയണ്ടേ. ബാപ്പി ഇമ്മി ഒക്കെ ഉണ്ടായിട്ടും നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും തിരുത്താനും ആളില്ലാതെ അങ്ങാടിയിലൂടെ അലഞ്ഞു നടക്കുന്ന മക്കളുണ്ടല്ലോ, അവരെയാണ് നമ്മൾ പുതിയ കാലത്ത് യത്തീമെന്ന് വിളിക്കണ്ടേ. നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് യത്തീം കുട്ടികൾ. രാവിലെ ഒരു പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് പാൻറ്റിൻ്റെ മുട്ടുകാലിന് വലിയൊരു ഓട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് മുടിയൊക്കെ പാട് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു പോക്ക. ബാപ്പണ്ട് കൊലായ്മ, ഉമ്മണ്ട് വാതിൽക്കെ. എന്താടാ എൻ്റെ ഒരു കോലം, എനിക്കൊരു മനുഷ്യൻ്റെ കോലത്ത് പോയിക്കൂടെ എന്ന് ഓനോട് പറയാൻ ബാപ്പിയില്ല, അമ്മിയില്ല. വൈകുന്നേരം വീട്ടിലേക്ക് വന്നാൽ ഓന് നിസ്കാരമല്ല, ഓന് ഖുർആൻ പാരായണമല്ല, ഒന്നുമില്ല. ഓനും ഒരു ഫോണും ഒരു ഇയർഫോണുമായിട്ട് ഏതെങ്കിലും തിണ്ടുമ്പോൾ അങ്ങനെ ബോധം കെട്ടി കിടക്കുക. എന്താടാ അതൊന്ന് എടുത്തു വെച്ചിട്ട് എനിക്ക് ഈ മുസാഫ് ഒരു വരിയൊന്ന് ഓതിക്കൂടെ എന്ന് പറയാൻ ഓനൊരു ബാപ്പിയില്ല, ഓനൊരു ഉമ്മിയില്ല. പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുത്തപ്പോഴും ഓമ്പടെ ടി വിൻ്റെ മുമ്പിൽ സിനിമയും കണ്ടിരിക്കുക, അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിലാ, അല്ലെങ്കിൽ പന്തളി കാണുക, അല്ലെങ്കിൽ അവിടെ എടാ അതൊന്ന് ഓഫാക്കിയിട്ട് ഇത് നിസ്കരിച്ച് പോര് എന്ന് ഓനോട് പറയാൻ ഓന് ബാപ്പിയില്ല, ഓന് ഉമ്മിയില്ല. നമ്മുടെ മക്കള് ചുണ്ടൊക്കെ ചോപ്പിച്ച് മുടിയൊക്കെ പുറത്താക്കി ശരീരമൊക്കെ പുറത്ത് കാണിച്ച് മക്കള് സ്കൂളിലേക്ക് കോളേജിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മോളെ അങ്ങനെ പോകല്ലേ, ആ പോക്ക് കത്തിയാളുന്ന നരകത്തിലേക്കാണ് എന്ന് മക്കളോട് പറയാൻ അവൾക്ക് ബാപ്പല്ല, അവൾക്ക് ഉമ്മല്ല. കൂട്ടുകാരൻ ബൈക്കുമായിട്ട് വീട്ടുമുറ്റത്തെത്തുമ്പോൾ ഉമ്മ ഞാൻ പോവട്ടോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ മുമ്പിലൂടെ ആ ബൈക്കിൽ അവനെ ചുറ്റിപ്പിടിച്ച് കോളേജിലേക്ക് പോകാൻ ആ മകളോട് അരുതാത്തതാണ് മോളെ, അപകടമാണ് എന്ന് പറയാൻ അവൾക്ക് ഉമ്മയില്ല, ബാപ്പയില്ല. അതായത് യതീമായ കുട്ടികൾ കൊണ്ട് നമ്മുടെ വീടുകളും നമ്മുടെ നാടുകളും നിറഞ്ഞിരിക്കുന്നു. അവർക്ക് മാതാപിതാക്കളാവേണ്ടവരാ നമ്മൾ. അവർക്ക് മാതാപിതാക്കളാവാൻ അള്ളാഹു നിശ്ചയിച്ചവരാ നമ്മൾ. ആ മക്കള് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ആ മക്കള് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അലങ്കാരമാണ്. ആ മക്കള് നമ്മളെ ഏൽപ്പിച്ച പരീക്ഷണമാണ്. ആ മക്കള് നമ്മൾക്ക് ഒരു വേള നമ്മുടെ ശത്രുക്കളായി വരെ മാറും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ ഇതിലേതും ആവാം, ഏത് കോലത്തിലും ആവാം, എങ്ങനെയാവാം. പക്ഷേ പരിഹാരം ഈ ഖുർആൻ തന്നെയാണ്. ഫമൻ തബിഅ ഹുദായ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞാൻ പ്രവാചകന്മാർ മുഖേന നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആ സന്മാർഗത്തിൻ്റെ ആപ്തവാക്യങ്ങളുണ്ടല്ലോ, ആ ആപ്തവാക്യങ്ങളെ ആരാണോ ജീവിതത്തിൽ മുറുകെ പിടിച്ച് പിൻപറ്റുന്നത് അവർക്ക് വേദനിക്കേണ്ടി വരൂല, അവർക്ക് സങ്കടപ്പെടേണ്ടി വരൂല, അവർക്ക് ഭയപ്പെടേണ്ടി വരൂല. ഭയപ്പാടില്ലാത്ത ആശങ്കകളില്ലാത്ത ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിന് കൗൺസിലർമാർ, സൈക്യാട്രിസ്റ്റുകൾ, സൈക്യാട്രി അങ്ങോട്ട് പോണ്ട. നിങ്ങൾ അള്ളാന്റെ ദീനിലേക്ക് വരിൻ, അതിൽ പരിഹാരമുണ്ട്.
അള്ളാഹുവിൻ്റെ ദീന് അത് 7-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ് 21-ാം നൂറ്റാണ്ടിലും ഈ പൊട്ടന്മാർ കൊണ്ടെടുക്കണമെന്ന് ചില ആൾക്കാർ കളിയാക്കാറുണ്ട്. 21-ാം നൂറ്റാണ്ടല്ല, 210-ാം നൂറ്റാണ്ട് ഈ ലോകത്തുണ്ടെങ്കിലും അന്നത്തേക്കും ആ 7-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വളരെ അനുകൂലമായിരിക്കും, അനുയോജ്യമായിരിക്കും. ഒരു സംശയമല്ല. എന്തൊക്കെ ആണ് ഗർഭമുണ്ടായി പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ മുത്തശ്ശി പത്രങ്ങളുമൊക്കെ അലങ്കരിക്കുമ്പോഴും ആണല്ല പെറ്റത്, പെണ്ണ് തന്നെയാണ് പെറ്റത് എന്ന് ഈ ലോകത്തോട് പറയലാണോ ഇവിടുത്തെ പഴഞ്ചൻ സമ്പ്രദായം? ആണ് പ്രസവിച്ചു, ആണ് പ്രസവിച്ചിട്ടില്ല. ഒരു പെണ്ണ് ഞാൻ ആണാണ് എന്നോട് ഒറ്റക്കാണ് പറഞ്ഞതാ. എന്നിട്ട് ഓളെ മുലയൊക്കെ ചെത്തിക്കളഞ്ഞാണ്ട് ഒരാണിനെ പോലെ മുടിവെട്ടി ആണിനെ പോലെ കുപ്പായിട്ട് ഓള് നടന്നാൽ ഓളെങ്ങനെ പെണ്ണല്ലാതാവോ? ഓളെ ഗർഭാശയ ഉള്ളിൽ തന്നെയല്ലേ അവിടെ കുട്ടി ഉണ്ടാവാനുള്ള സമ്പ്രദായമല്ലേ, സംവിധാനം പടച്ചോൻ കൊടുത്തിട്ടില്ലേ? ആ ഗർഭാശയത്തിൽ ആ കുട്ടി ഉണ്ടായത്. എന്നിട്ട് നമ്മളൊക്കെ പൊട്ടന്മാരാക്കാൻ വേണ്ടി എന്താ പറഞ്ഞേ? ആണ് പ്രസവിച്ചു. ഏതാണ്, എവിടെയാണ്? പണ്ടൊരു പെണ്ണ് തൻ്റെ കുട്ടിക്ക് മുല കൊടുത്തില്ല. ഒരു ഔലിയ പറഞ്ഞോലോ 24 മണിക്കൂർ കഴിയാതെ മുല കൊടുക്കരുത്, അതിനെതിരെ കേസെടുത്തിന് പോലീസ്. എന്താ നിങ്ങൾ, ഒരു കുട്ടിയുടെ അവകാശമാണ് ജനിച്ചാൽ മുലപ്പാൽ കിട്ടുക, അത് തടഞ്ഞാൽ കേസെടുക്കുന്ന പറഞ്ഞേ. ഇവിടെ ഇയാൾക്കെതിരെ കേസെടുക്കണ്ടേ? ആ കുട്ടിക്ക് മുല കൊടുക്കേണ്ട ആ മുല അവൾ ചെത്തിക്കളഞ്ഞു ആണാവാൻ. ഇന്ന് സങ്കടമുണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ നിന്റെ കുട്ടിക്ക് പാല് കൊടുക്കായിരുന്നു. ഇന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അള്ളാന്റെ ദീനാ. ഏതാണ് ഈ അള്ളാന്നറിയോ? ആരാണ് ഈ അള്ളാന്നറിയോ? ഈ ലോകത്തിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാ അള്ളാ. ആ വസ്തുക്കളുടെ ഭാവി ഭൂത വർത്തമാനങ്ങൾ അത് കൃത്യമായി നിർണയിച്ചവനാണല്ല. ആ സൃഷ്ടാവ് നിശ്ചയിച്ച വഴിയുണ്ടല്ലോ, ആ വഴിയോളം ഭദ്രമായത്. എനിക്കൊരു കാറുണ്ട്, ടൊയോട്ടൻ്റെ കാറാ. അതിന് ചെറിയ തകരാറ് വന്ന് ഞാൻ എൻ്റെ നാട്ടിലെ എല്ലാ വർക്ക്ഷോപ്പിലും എല്ലാ ഓട്ടോമൊബൈൽ ഷോപ്പിലും ഞാൻ അതിൻ്റെ ഒരു പാർട്സിന് വേണ്ടി തിരഞ്ഞ് അവസാനം പറഞ്ഞ് വില കുറഞ്ഞ് കിട്ടും, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടും, ഡൽഹിയിൽ നിന്ന് കിട്ടും, അവിടെ കിട്ടും, ഇവിടെ കിട്ടും, ഒക്കെ തിരഞ്ഞ് നടന്ന് 19,000 റുപ്യ വില പുറത്തുനിന്ന് വാങ്ങിയ 6,000 റുപ്യക്ക് കിട്ടുമെന്ന് പറഞ്ഞേ. ആ 6,000 റുപ്യക്ക് വേണ്ടി എല്ലാം തിരഞ്ഞ് അവസാനം ഒരാളോട് പറഞ്ഞേ, നിങ്ങൾ മലപ്പുറത്ത് അമാന ടൊയോട്ടൻ്റെ അതിൻ്റെ അവിടെ പോയി പറഞ്ഞു നോക്കി പറഞ്ഞു. ഞാൻ അവിടെ പോയി പറഞ്ഞു 15 ദിവസം കൊണ്ട് എനിക്ക് ആ സാധനം കിട്ടി. അത് ആ കമ്പനിയിൽ നിന്ന് കിട്ടുള്ളൂ. മനുഷ്യനുണ്ടാക്കിയേ, മനുഷ്യൻ്റെ ഭാവി നിശ്ചയിച്ച, അവൻ്റെ സഞ്ചാര വഴി നിശ്ചയിച്ച, അവൻ്റെ മനസ്സ് നിശ്ചയിച്ച, അവൻ്റെ ചിന്തകളെ നിശ്ചയിച്ച, അവൻ്റെ ജീവിതത്തിലെ കോടാനകോടി ഉപാപചയ പ്രവർത്തനങ്ങളെ നിശ്ചയിച്ച ആ സൃഷ്ടാവിൻ്റെ അറിവിൻ്റെ അടുത്ത് നിൽക്കുമോ ഈ ലോകത്ത് മനുഷ്യൻ്റെ കണ്ടെത്തലുകളൊക്കെ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുടുംബം സമാധാനത്തിൻ്റെ തുരുത്താവാൻ നമ്മുടെ വീടകങ്ങളിലേക്ക് നമ്മൾ ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ആഘോഷങ്ങളിൽ, സമ്പ്രദായങ്ങളിൽ, ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ എല്ലാ വിനോദങ്ങളിൽ, അവിടേക്കൊക്കെ നമ്മൾ ഇസ്ലാമിനെ കൊണ്ടുവരണം. ഇസ്ലാമിന് നിരക്കാത്തത് അവിടെ ഉണ്ടാവരുത്, ഇസ്ലാം അനുവദിക്കാത്തത് അവിടെ ഉണ്ടാവരുത്. സൗദി അറേബ്യയിലെ പ്രസിദ്ധനായ ഒരു മുഫ്തിയോട് ഒരാൾ തൻ്റെ മക്കളെക്കുറിച്ച് പരാതി പറഞ്ഞേ, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ നോക്കിയിട്ടും എൻ്റെ മക്കൾ ശരിയാകണില്ല, ഒറ്റയൊന്ന് പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വലിയ സങ്കടമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ ആ മുഫ്തി ചോദിച്ച മറുചോദ്യം എന്താ അറിയോ? നിങ്ങളെ വരുമാന മാർഗം എന്താണ്, നിങ്ങളെ ഉപജീവന മാർഗം എന്താണ്? അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, എൻ്റെ മക്കളും എൻ്റെ ഉപജീവന മാർഗവും എന്താ ബന്ധം? അപ്പോൾ ആ മുഫ്തി പറഞ്ഞേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഹറാമായ ധനത്തിൽ നിന്ന് വളർന്നു വരുന്ന ശരീരം അത് നരകത്തിനാണ് ഏറ്റവും അവകാശപ്പെട്ടത്. അതുകൊണ്ട് ക്ലാസും മദ്രസയും ഉസ്താദും മാത്രം മതിയാവില്ല, നമ്മുടെ വരുമാനം കൂടി നോക്കണം, നമ്മുടെ ജീവിതമാർഗം കൂടി നോക്കണം. അവിടെ ഹറാമും ചതിയും വഞ്ചനയും വൃത്തികേടും പലിശയും കൈക്കൂലിയും തട്ടിപ്പും വെട്ടിപ്പും കരിഞ്ചന്തയും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കഞ്ചാവും ഒക്കെ ഉണ്ടെങ്കിലേ സമാധാനം കിട്ടാൻ പണി തന്നെയാണ്. കാരണം അള്ളാഹു നിശ്ചയിച്ച വൃത്തത്തിൻ്റെ പുറത്താണ് നമ്മൾ പോണേ. അവിടെ സമാധാനം നമ്മളെ തേടി വരില്ല. നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് ആദ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ വാക്കെന്താ? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം
തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതസ്സലാം, നീയാണ് സമാധാനം, രക്ഷ, വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് അല്ലാഹുവേ സമാധാനവും രക്ഷയും എനിക്ക് കിട്ടാനുള്ളത്. ആ അള്ളാനെ വിട്ടിട്ട് കള്ളും കഞ്ചാവും പെണ്ണും തോന്നിയാസവും വൃത്തിയേടും ആയിട്ടാണ് പോയാലേ സമാധാനം കിട്ടുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢികളുടെ നേതാവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനമുള്ള സന്തോഷത്തിൻ്റെ ഇടങ്ങളായ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെയൊക്കെ മാറ്റിത്തരുമാറാവട്ടെ. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറന്ന് ജീവിക്കാൻ പറ്റുന്ന സമാധാന കേന്ദ്രങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.